ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ചെടി നനക്കുന്നത് ഞാൻ ഉച്ചക്ക് വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. സോറി, ഉച്ചക്കല്ല, ഉച്ച ആകുന്നതിന് മുമ്പേ ചെയ്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ വീക്കിലിയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം നനച്ചു കൊടുക്കാറ്. ഈ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എപ്പോഴാണ് വാട്ടർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിക്ക് ഡെയിലി ഒഴിച്ചെടുക്കണം എന്ന് തോന്നുന്നു. ഡെയിലി ഒഴിച്ചു കൊടുത്തരാമെന്ന് കുറച്ചൊരു ഉന്മേഷത്തോടെ നിൽക്കുന്നത് കണ്ടത്. 2-3 ദിവസമായിട്ട് വാടിക്കിടക്കുന്ന പോലെ, ഇതുപോലെ വാടിക്കിടക്കുന്ന പോലെയാണ് ഉണ്ടായത്. ഇപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട്, ഡെയിലി വാട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ചെടികൾക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യണമെന്നും ഡെയിലി യൂസ് ചെയ്യണ്ട എന്നുള്ളതും ശരിക്കും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയിട്ടില്ല, നോക്കേണ്ടിയിരിക്കുന്നു. ഈ ചെടീൻ്റെ പേരെന്ന് പറയുന്നത് കോസ്റ്റസ് പിക്കാറ്റസ് എന്നാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ്, അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നല്ല അലങ്കാരമായി ഇരിക്കുകയാണ്. ചെടികൾ എവിടെ വെച്ചാലും നല്ലൊരു അട്രാക്ഷനാണ്. പുറത്തായാലും അകത്തായാലും അത് വേറെ തന്നെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അകത്തൊക്കെ വാട്ടറിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പുറത്താണ് നമ്മുടെ ചെടികൾ. നമ്മുടെ ഹെലിക്കോണിയാണിത്. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണിത്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളെ കുഞ്ഞ് ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൺവില്ലയാണ്. എന്നുവെച്ചാൽ നമ്മുടെ കട്ലാസ് പൂവില്ലേ, അത് തന്നെ സാധനം. അപ്പോൾ ഹെലിക്കോണിയും പിന്നെ നമ്മുടെ ബോഗൺവില്ലയും നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കിട്ടി നല്ല ശാന്തമായി ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനിടെ ഞാൻ പുതിയ ട്രൈപോഡ് വാങ്ങിയ സ്ഥിതിക്ക് എൻ്റെ കുട്ടികളും അനിയൻ്റെ മക്കളെല്ലാവരും കൂടിയിട്ട് അതിനോട് കളിയാണ്. അവർക്കൊരു കൗതുകം അല്ലേ. തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻ്റെ വീട്. അവിടെ തന്നെയാണ് അനിയനും പെങ്ങളും അനിയൻ്റെ വൈഫും മക്കളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ടൈം പാസ് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയാണിത്. ഇത് ചിക്കൻ കറിയാണ്. പ്രത്യേകിച്ച് റെസിപ്പീസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഒരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഭാഗമായിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കറീൻ്റെ റെസിപ്പിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി ഫ്രൈ ഉണ്ടാക്കാൻ പോയിരുന്നു. നല്ല ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മസാല പിടിപ്പിച്ച ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യം വരുന്നത് ഗാർലിക്ക്, അതായത് നമ്മുടെ വെളുത്തുള്ളി ചതുക്കിയത്, പിന്നെ കറിവേപ്പില നല്ലതുപോലെ ഞെരടിയത്, പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മതിയാവും. മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത് എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു എരിവ് ബാലൻസ് ആക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഇട്ടത് ഗരം മസാലയാണ്. ഗരം മസാലയ്ക്ക് ശേഷം കൂടിയിട്ടും നമ്മൾ മെയിനായിട്ട് പൊരിക്കാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആവശ്യമായ ഉപ്പ്, പിന്നെ വിനേഗർ. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ നേരെ ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയത്.
ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോടെ കഴിച്ചാലോ. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷെറിൻ സ്റ്റോക്ക്.